ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് തയ്യാറാക്കിയ വീഡിയോ കാണുന്നതിലേക്ക് നിങ്ങളെ അവരുടെയും ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ജാതി ജന്മി നാടുവാഴ്ത്ത വ്യവസ്ഥക്കും വിദേശാധിപത്യത്തിനുമെതിരായി ജനങ്ങൾ നടത്തിയ മുന്നേറ്റങ്ങളാണ് ആധുനിക കേരളത്തിന്റെ അടിത്തറ. അവിടെ മുന്നോട്ട് വിവിധ ഘട്ടങ്ങളിൽ അധികാരത്തിലെത്തിയ ഇടതുപക്ഷ സർക്കാരുകൾ കൈക്കൊണ്ട ജനകീയ ഇടപെടലുകളാണ് സംസ്ഥാനത്തെ ഒരു പുരോഗമന ജനാധിപത്യ മതനിരപേക്ഷ സമൂഹമാക്കി മാറ്റിയത്. ജനകീയാസൂത്രണത്തിലൂടെ നമ്മുടെ നാട്ടിലെ ഓരോ പ്രദേശത്തെയും വികസന ഭാഗതയെ നിർണ്ണയിക്കാനുള്ള അധികാരം അതാത് പ്രദേശത്തെ ജനങ്ങൾക്ക് കൈമാറി. എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും വീട്, വൈദ്യുതി, കുടിവെള്ളം, മാലിന്യമുക്ത പരിസരം, വിദ്യാഭ്യാസം, ആരോഗ്യം, സാന്ത്വന ചികിത്സ തുടങ്ങിയ മഹത്തായ ലക്ഷ്യങ്ങളിലേക്ക് കേരളം പുരോഗമിക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ജനകീയാസൂത്രണമാണ്. നമ്മുടെ പഞ്ചായത്തിൻ്റെ വികസന സദസ്സ് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മവും അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു വികസന രേഖ, കരട് രേഖ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ പ്രകാശന കർമ്മവും നമ്മുടെ ശുചിത്വ പരിപാടികളുമായി അതിൻ്റെ മുന്നണി പോരാളികളായി നിൽക്കുന്ന പ്രിയപ്പെട്ട ഹരിത കർമ്മസേന അംഗങ്ങളെ ആദരിക്കുന്നതുള്ള ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ഔപചാരികമായി നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട നമ്മുടെ കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയും നമ്മുടെ പ്രിയങ്കരനായ MLA കൊട്ടാരക്കരയുടെ വികസന നായകനുമായ ശ്രീമാൻ KN ബാലഗോപാൽ അവരുകളെ ഞാൻ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. നിങ്ങൾ ഇവിടെ പങ്കെടുക്കുന്നവർക്കെല്ലാം വികസന രേഖയുടെ ഒരു പുസ്തകം കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലം ചെയ്ത ഏകദേശ പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെ ഒരു ചിത്രം കിട്ടും. പക്ഷേ അതിനകത്തൊന്നും ഒതുക്കാവുന്നതിനേക്കാളും അധികം കാര്യങ്ങളുണ്ട് നമ്മുടെ ഈ പഞ്ചായത്തിൽ ചെയ്തത്. അസംബ്ലി മണ്ഡലാടിസ്ഥാനത്തിൽ നമ്മളൊരു സെമിനാർ നടത്തി അതിനൊരു ബുക്ക് ഇറക്കിയിരുന്നു. അതിനകത്തും കുറേയേറെ കാര്യങ്ങളുണ്ട് വെളിയം പഞ്ചായത്തിൻ്റെ. അതിവിടെ അതിൻ്റെയും കുറച്ച് വിതരണം ചെയ്തിട്ടുണ്ട്. വാസ്തവത്തിൽ നമ്മുടെ ഈ ഇന്നത്തെ ഈ വികസന സദസ്സ് എന്തൊക്കെയാണ് വെളിയ പഞ്ചായത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നതെന്ന് ഓർമ്മിപ്പിക്കാനും ഇനി അങ്ങോട്ട് ഇത് മാത്രം പോരാല്ലോ, ഇനി അങ്ങോട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ചർച്ച ചെയ്യാനുമാണ്. ചെയ്ത കാര്യങ്ങൾ ധാരാളമുണ്ട്, പക്ഷെ ചെയ്യേണ്ട കാര്യങ്ങൾ അതിനേക്കാളും കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നടപ്പിലാവും. വെളിയം പുരോഗമന സ്വഭാവത്തിന് നല്ല സ്വാധീനമുള്ള വളരെ പഴക്കമുള്ള പ്രധാനപ്പെട്ട ഒരു പഞ്ചായത്താണ്. ഇവിടുത്തെ ഭൂപ്രകൃതി നല്ല കൃഷി സ്ഥലമുണ്ട്. കുന്നും പാറയും വയലും വെള്ളവും ഒക്കെ ആവശ്യമുണ്ട്. ചില സ്ഥലങ്ങളിൽ മാത്രമാണ് വെള്ളത്തിന് ദൗർലഭ്യമുള്ളത്. മുൻകാലത്തെ അപേക്ഷിച്ച് എല്ലാ സ്ഥലത്തും എത്താൻ വേണ്ടി റോഡുകളുടെ സൗകര്യം 10, 20, 30 വർഷം കഴിഞ്ഞോട്ട് നോക്കി വരുമ്പോൾ ഓരോ വർഷവും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ ഇവിടെ നല്ല റോഡ് സൗകര്യമുണ്ട്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ITI ആരംഭിച്ചിട്ടുണ്ട്. ITIയുടെ പുതിയ കെട്ടിടം വരണം, അതിൻ്റെ ഇപ്പോൾ പ്ലാൻ ആവുന്നുണ്ട്. ITIയിൽ പഠിക്കുന്ന 85% കുട്ടികൾക്കും ക്യാമ്പസ് സെലക്ഷൻ കിട്ടുന്നുണ്ട്. അത് നിങ്ങൾ ചിലപ്പം അത്ര ശ്രദ്ധിക്കാത്തൊരു കാര്യം. ITI പഠിക്കുന്ന കുട്ടികളിൽ 85% പേർക്കും ജോലി കിട്ടുന്നുണ്ട്. അത്രയും നല്ല റിക്രൂട്ട്മെൻ്റ് ഉണ്ട്. സാംസ്കാരിക രംഗത്ത് വളരെ പാരമ്പര്യമുള്ള വ്യക്തികളുള്ള സ്ഥലമാണ്. ഭരത് മുരളിയെ പോലെയുള്ള പ്രഗത്ഭന്മാരുടെ ഒക്കെ നാടാണ്. ഇപ്പോൾ ഉള്ളവർ ഇപ്പോൾ നാട്യകലാകേന്ദ്രമൊക്കെ എത്ര പ്രശസ്തമായ നമ്മുടെ ഞാൻ ഒരെണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ പറയാതെ ഒരു പരാതി. അങ്ങനെ ധാരാളം പിന്നെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്, രംഗമുണ്ട്. രാഷ്ട്രീയമായി വളരെ സജീവമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഉള്ള സ്ഥലത്ത് എല്ലാം പൂർത്തീകരിച്ചെന്നല്ല, നല്ല സ്കൂളുണ്ട്, മിനിമം സൗകര്യങ്ങളുള്ള ഒരു ആശുപത്രി സൗകര്യങ്ങളുണ്ട്. പാപ്പാലയിലാണെങ്കിൽ ഒരു കെട്ടിടം പുതുതായി പണിഞ്ഞിട്ടും അടുത്ത കെട്ടിടത്തിൻ്റെ പണി നടക്കുന്നു. ഇങ്ങനെ മതസൗഹാർദ്ദവും സമാധാനവും എല്ലാം ഉണ്ട്. നല്ല കാർഷിക മേഖലയായതുകൊണ്ട് നല്ല വിപണിയുണ്ട്. ക്ഷീരസംഘങ്ങൾക്ക് നല്ല കേന്ദ്രമുണ്ട്. ഇങ്ങനെ എല്ലാം ഉണ്ട്. ടൂറിസത്തിന് നമുക്ക് സ്വന്തം ടൂറിസമുണ്ട്. ആ ടൂറിസത്തിൻ്റെ വലിയ മുട്രമരുന്നിമല പോലെയുള്ള സംഭവങ്ങൾ. അപ്പോൾ ഇതെല്ലാം ഉള്ള സ്ഥലത്ത് തൊഴിലിൻ്റെ കാര്യം നോക്കിയാലും നമ്മുടെ പരമ്പരാഗത വ്യവസായ മേഖലയിൽ പഴുതുപോലുള്ള വ്യവസായങ്ങളില്ല. കാർഷിക മേഖലയുണ്ട്. അപ്പോൾ
വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ പുതിയ തലമുറ എല്ലാം നല്ല വിദ്യാഭ്യാസം ചെയ്യുന്ന തരത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉള്ള സ്ഥലത്ത് ഇനി എന്താ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്? ഇപ്പോഴത്തെ സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 5 വർഷം മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാളും അഭിമാനകരമായ നേട്ടം ഈ 5 വർഷം കൊണ്ട് ഉണ്ടാക്കി എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അത് എടുത്തു പറയാനുണ്ട്. റോഡുകളുടെ കാര്യത്തിൽ അടിസ്ഥാന സൗകര്യം എടുക്കാം. എല്ലാ റോഡുകളും ഏകദേശം നന്നായി കിടക്കുക. ബാക്കി റോഡുകളുടെ പണി ഞാൻ ഓരോന്നും എടുത്തു പറയുന്നില്ല. ഇപ്പോഴും നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് നെടുവക്കാവിന് പോകുന്ന പാലം, പുതിയ പാലം പൊളിച്ചു പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പാലം പണി നടക്കുന്നുണ്ട്. അപ്പോൾ അത് പാലം പണിയുമ്പോൾ അപ്പുറത്ത് നമുക്ക് പുതിയൊരു ബൈപ്പാസ് പോലുള്ള റോഡ് വന്നു കഴിഞ്ഞു. പഴയ മെയിൻ റോഡിനേക്കാളും നല്ല സൗകര്യത്തിൽ കിടക്കുന്ന പിന്നെ റോഡും പാലവുമാണ് അവിടെ ഉള്ളത്. അവിടെ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് എല്ലാ സൈഡിലേക്കും പഞ്ചായത്തിൻ്റെ എല്ലാ മേഖലയിലേക്കുള്ള റോഡുകൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല റോഡ് വന്നു. ഇപ്പോൾ ഒടനവട്ടത്തുനിന്ന് നേരെ കിടക്കുന്ന റോഡിപ്പോൾ വളരെ മനോഹരമായി പണിഞ്ഞിട്ടുണ്ട്. ആകെ പ്രശ്നം വളരെ സ്പീഡിൽ ആളുകൾ പോകുന്നു എന്നുള്ളതാണ്. നല്ല റോഡാകുമ്പം ഓവർ സ്പീഡിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ നല്ല മനോഹരമായ റോഡുണ്ട്. ഇവിടുന്ന് വെളിയത്ത് കൊട്ടാരക്കരയിൽ നിന്ന് വെളിയം വരെ വരുന്ന റോഡ്, അതൊരു 4-5 കോടി രൂപ മുടക്കി നേരത്തെ ഒരു 2 വർഷം ആയതേ ഉള്ളൂ അത് പൂർത്തീകരിച്ചിട്ട്. അതിൻ്റെ പണി നടക്കുന്നു. അങ്ങനെ അടിസ്ഥാന സൗകര്യ കാര്യത്തിനകത്ത് ആശുപത്രി, സ്കൂള്, ഇതാണല്ലോ ഏറ്റവും കൂടുതൽ ആൾക്ക് ആവശ്യം. പിന്നെ നമ്മുടെ പദ്ധതികളിൽ ടൂറിസം പോലുള്ള പദ്ധതികൾ, ടൂറിസം മുട്ര മരുമലയിലെ ടൂറിസം പദ്ധതിയുണ്ട്. അതിപ്പോൾ പ്രവർത്തനം തുടങ്ങി. അതിൻ്റെ വേഗതയിൽ അത് പൂർത്തീകരിക്കേണ്ട കാര്യങ്ങളുണ്ട്. കാരണം അതിൻ്റെ അടുത്ത സ്കീമുണ്ട്. പലപ്പോഴും അതിന് പല തടസ്സം ഉണ്ടാക്കാൻ പലപ്പോഴും ശ്രമം നടക്കുന്നുണ്ടെങ്കിലും അതൊന്നും വിട്ടുവീഴ്ച ചെയ്യാതെ നമ്മൾ പൂർത്തീകരിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ നാട്ടിൽ ഏറ്റവും ഉയരമുള്ള പാറകളിലൊന്നാണത്. ചടയമംഗലത്ത് വലിയ പാറ പോലെ.